എന്തിട്ട് പരിപാടി മക്കളെ ഒന്നും പറയണ്ട. ഇന്നലെ നല്ല സുഖമായി കിടന്നുറങ്ങി. എന്താ ചെയ്യാ, ഇമാതിരി കട്ടിയുള്ള പുതപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ്ടിരിക്കുകയല്ലേ. ജാതി സുഖം എന്ന് പറയില്ലേ. അങ്ങനെ ഇന്നലെ രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കുമ്പോഴേക്കും ഗ്യാസൊക്കെ കയറി ആകെ സീനായി. കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഫുള്ള് സീൻ ഇന്നലെ രാത്രി. അങ്ങനെ ഇന്നലെ വാങ്ങിച്ച മുട്ടയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. ഇനി അങ്ങനെ പരിപാടികൾ ഇവിടെ നിന്ന് പോകാൻ നോക്കണം. 11 മണിക്ക് ആ റൂം വെക്കേറ്റ് ചെയ്യുന്ന ടൈം തന്നെയുള്ളത്. രാവിലെ ഞാൻ 6 മണിക്ക് കഴിഞ്ഞിട്ട് നേരത്തെ പോകാൻ നോക്കും. രാവിലെ ഗംഭീര മഴ. അപ്പം ഞാൻ വീണ്ടും ഇപ്പോൾ ചൂട് കയറി. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് നോക്കണ്ട. അപ്പോൾ മഴയാണല്ലോ. അപ്പോൾ പിന്നെ നോക്കിയാൽ വയ്ക്കണം നല്ല മഴ. അപ്പോൾ പിന്നെ നേരെ കുറച്ചാൽ കൂടി കയറി. എന്ത് സുഖം വെച്ചിട്ടാ. ഇവിടെ 2 ദിവസം കൂടി കിടക്കണമെന്നുണ്ട്. പക്ഷേ ശ്രീനഗറിലേക്ക് ഇനി എത്ര 88 കിലോമീറ്ററാണ്, 90 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുന്ന് അടുത്ത പരിപാടി പിടിക്കാൻ നോക്കണം മക്കളെ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചായ ഉണ്ടാക്കി വയ്ക്കാം. ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചിട്ടാണ്, കുറച്ച് നാളായി വാങ്ങിച്ച് വെച്ചിട്ട്. അതിൽ കുറച്ച് ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. വയറ് ഗ്യാസ് കയറിയിട്ട് ആകെ സീനായി. ഇന്നലെ രാത്രി നെഞ്ചൊക്കെ ഇട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സീനായിരുന്നു. ഒരു ഇതൊക്കെ സെറ്റായി. ഇപ്പോൾ എനിക്ക് പോകാൻ നോക്കാം. വെയിലൊന്നും തുടങ്ങി. അങ്ങനെ എന്തായാലും ഇന്നലെ ഫുഡൊക്കെ വാങ്ങിച്ചത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ തീരെ വയ്യാറുന്നു. പിന്നെ ഇന്നലെ കിടന്നുറങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇന്ന് ഓംപ്ലേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അരിയൊന്നും ഉണ്ടാക്കണില്ല. ഓംപ്ലേറ്റ് അല്ല, മുട്ട കൈ പിടിച്ച് പോയി കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അതിന് ഭേദമല്ലേ അത് ഉണ്ടാക്കിയിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കട്ടെ കേട്ടാ. ഒക്കെ ഞാൻ തന്നെയാണ്. സൈക്കിളിൽ സാൻഡ് പിടിക്കുന്നുണ്ടോ? സാൻഡ് പിടിച്ച് പോകുന്നു. അത് മാറ്റിനെടുത്തത്. അപ്പോൾ ഞാൻ ആക്കിയില്ലെങ്കിൽ അടിയെ പിടിക്കുന്നതുകൊണ്ട് പോരാ. അങ്ങനെ ഫുഡ് റെഡി. പാത്രമൊന്നുമില്ല കേട്ടോ, ഇതന്നെ മണി. നല്ല ചൂടുണ്ട് തന്നെ, നല്ല രസം. തമിഴ്നാട്ടിൽ കൂടി കുന്നായി എന്തോരാ. പാത്രം കയറുന്നിടത്തേക്ക് കയറുന്നു കുറച്ചതിൻ്റെ ആയിട്ട്. ഇതാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ എന്ത് രസം നോക്കി. ഇത്ര രസമുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടാ. ഞാൻ ഇതുവരെ വന്നില്ല കണ്ടതിൽ ഇത്ര സൂപ്പറായിട്ടുള്ളതാട്ടോ. ഞാൻ അവിടെയാണ് റൂം എടുത്തിട്ട് നടന്നത്. ഇനി ഇവിടുന്ന് നേരെ പോവാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു. ഇവിടുന്ന് നേരെ ഫുള്ള് ഇറക്കാന്ന് പറഞ്ഞാൽ നോക്കി. കാലത്ത് മഴ പോയി കാരണം നല്ല ഫോക്കൊക്കെ ഉണ്ട് മുകളിൽ. ഒരു കുട്ടി പേന വയ്ക്കാൻ വരുന്ന നോക്കി. രസമില്ലേ, കയ്യിൽ കാശില്ലല്ലോ. പൈസ നെയ്യേ हमारे पास कैश नहीं है. छोटे छोटे बहन भाई हमारे पास कैश नहीं है. राशन के लिए एक ले लो ना. तेरे को का काश ले लो. कैश नहीं है, छुट्टा नहीं है. दे 150 राशन लेगा. घर में राशन नहीं है. 150 दे. തിരിച്ചു പോകണോ? കയ്യിൽ കാശായിട്ടുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് എന്തെങ്കിലും. എന്താ ചെയ്യാല്ലേ. എന്തോ ഇന്നലെ അതേപോലെ ഒരു ഫാമിലീനെ പരിചയപ്പെട്ടിട്ട് ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയുണ്ട്, പിന്നെ അതിനടുത്തൊരു ചേച്ചിയുണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പം വേറെ പെണ്ണുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ പറയുന്നത് പറഞ്ഞാൽ എന്താ ചോദിച്ചപ്പോൾ പഞ്ചാബിലുള്ളവരാ. അവർ ഇവിടെ വന്നൊരു ഭിക്ഷ എടുക്കുകയെന്ന്. പിന്നെ ചോദിച്ചാൽ പഠിക്കാൻ കൂടെ ചോദിച്ചാൽ പറഞ്ഞു ഇല്ല. അപ്പോൾ അമ്മയെ അച്ഛൻ എന്ത് ചെയ്യുക ചോദിച്ചാൽ അമ്മയെ അച്ഛനും ഭിക്ഷാടനം ചെയ്യുക. എല്ലാവരും ഇതന്നെ ഉണ്ട്, പിള്ളേർ ഇതന്നെ ജീവിപ്പിക്കുക. എന്താ അല്ലേ. അങ്ങനെ നല്ല ഫോഗൊക്കെയാ നോക്കിയ മുകളിൽ. ഗംഭീര ഫോഗ കണ്ടില്ലേ, നല്ല തണവുണ്ട്. പിന്നെ കുറച്ച് നേരം ചവിട്ടിട്ടുണ്ട് വരാം. സമയം എത്രയെന്ന് അറിയൂ? നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് അറിയൂ? 10:30 10:30 ഇറങ്ങിയിട്ടില്ലേ. 90 കിലോമീറ്ററിന് പറഞ്ഞു വിടുന്നു. ഭക്ഷണം നമ്മൾ കഴിച്ചു, മുട്ടയും സാധനമൊക്കെ പടച്ചാരണം. പിന്നെ പക്ഷേ ഇന്നലത്തെ ഗ്യാസ് ഉള്ളതുകൊണ്ട് പോയില്ല. ഉണ്ട് നെഞ്ചൊരു സുഖമില്ല. നെഞ്ചത്തൊരു എരിച്ചലും വേറൊരു കാളിച്ചൊക്കെ ഉണ്ട്. എന്താണാവോ അങ്ങനെ. അപ്പോൾ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് നേരം സൈക്കിൾ ഔട്ടിട്ട് എന്തായാലും അതൊക്കെ. अगर और तो കുറച്ച് ദൂരം പോകുന്നത് ടണലെത്തി. ये टनल का नाम क्या है?
നോയിവിക ടണൽ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ദി क्योड एक्सप्रेस प्राइवेट लिमिटेड बनिहाल टनल NH। ये कितना दूर है अंदर से? 8.5 किलोमीटर है। 8.5 കിലോമീറ്റർ. എത്ര? 1858 മീറ്റർ ഉണ്ട്. നോക്കിയ വ്യൂ ഒക്കെ നോക്കി. സൈക്കിളൊക്കെ ഇവിടെ ചെന്ന് കേട്ടോ. ഇവിടെ വേറെ ആൾക്കാർ വന്നിട്ട് സോറി, എന്നോടല്ല അവരോടാ. ഞാൻ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞു ഇവർ വന്നിട്ട് പുറന്നാക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിയിൽ സുഖയാത്ര. പിന്നെ 8.5 കിലോമീറ്റർ ഉണ്ട്. വ്യൂ നോക്കി ബാക്കിലത്തേക്ക് യാതൊരു സൈഡിൽ അങ്ങനെ फुल टीम वന്നിട്ട് ये गाड़ी में करके छोड़ेगी आपको, क्योंकि इसमें अलाउ नहीं है बाइसाइकिल। हाँ, बाइक अलाउड है, बाइक वगैरह अलाउड नहीं है, पैदल अलाउड नहीं है और बाइसाइकिल अलाउड। हाँ ओके। ये गाड़ी में लोड कर दो, पीछे आप बैठो गाड़ी। ये अभी है? हाँ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് പോണേ. പോവാളെ പെടപ്പ വണ്ടി തിന്നുണ്ടല്ലോ. എന്തൊരു സാധനം നോക്കിയ വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ പോവാം. ടണലിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര അയ്യോ എൻ്റെ പൊന്നോ ചെയ്യാണ്ടല്ലോ. നമ്മുടെ ടണൽ തുടങ്ങാറായി. ടണൽ തുടങ്ങി. സൈക്കിളൊക്കെ കൂടെ കുറഞ്ഞ ചെന്നു കേട്ടോ. ടണലിന്റെ അപ്പുറത്തെ ഭാഗം കണ്ടല്ലേ, സൈക്കിളോടെ സെറ്റായിട്ട്. ഇതിന്റെ ഇപ്പുറത്ത് കിടന്ന് നമ്മൾ എന്ത് തണോ കേട്ടോ, ഒരു രക്ഷയിലേതാണോ എന്താണെന്ന് പറയാ. ഞാൻ കിടക്കാൻ വേണ്ടി ആ ടണൽ കഴിഞ്ഞ് പോട്ടിട്ട് ഗംഭീര തണവാ. ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് കൈമ ഗ്ലൗസ് എടുത്തിട്ടു. പക്ഷെ കാൽമുക്കോടിയും കൈമുക്കോടൊക്കെ സൂചി കുത്തണ പോലെ തണവ് കയറണേ. വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടാ, നടക്കില്ല. എന്ത് തണവാ, ഒരു രക്ഷയില്ല മക്കളെ. കാലിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രണ്ടില് മറ്റേ ഷൂ മറ്റേ ടൈപ്പാണല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ അടിക്കുമ്പോഴേ സൂചി കൊണ്ട് കുത്തി കയറണ പോലെ. ഓ
കുഴപ്പമില്ല. കയ്യിൻ്റെ തുമ്പൊക്കെ ഇല്ലേ, തുമ്പത്തേക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നുണ്ട്. വേറെ വല്ല ഗ്ലൗസ് വാങ്ങേണ്ടി വരും. ഈ ഗ്ലൗസാ, വേറൊരു ഗ്ലൗസും കൂടി ഉണ്ട്, രണ്ടെണ്ണം അതേപോലെ തന്നെ. അത് എവിടെയാണെന്നറിയില്ല, ഇനി നിർത്തിയിട്ട് അറിയാനുള്ള ശേഷിയില്ല. അയ്യോ, ഇപ്പം ശരിക്കും കാശ്മീരിൻ്റെ ചൂടറിയുണ്ട്. അല്ല, ചൂടല്ല, തണവറിയുണ്ട്. അയ്യോ, എന്താ ചെയ്യാലേ. അയ്യോ, ഏ 74 കിലോമീറ്റർ കൂടി ഉണ്ട്. എത്രയെന്ന് അറിയൂ? 12 മണിയായി. അറക്കാന്ന് പറഞ്ഞു. അറക്കാൻ വെച്ചാൽ വേണമെങ്കിൽ ശ്രീനഗർ എത്തിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ പറ്റില്ല. നോക്കട്ടെ. ഒരു രക്ഷയില്ലാട്ടാ. എന്ത് തണവെന്ന് പറയാ. ആ തണല് കഴിഞ്ഞപ്പോട്ട് ഒരു ഗംഭീര മഴ കിടന്നു. ഓ, ഫോണൊന്ന് പിടിക്കാൻ പറ്റില്ലേ, കയ്യൊക്കെ മരവിച്ചു. ആകെ എനിക്ക് സൈക്കിളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. ടെൻറ്റിൻ്റെ ഉള്ളൊന്നും കിടക്കാൻ പറ്റില്ലോണ്ട് അമ്മാര് തണവാ. നാള് മറ്റേ 2 പാലക്കാട് 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവര് പറയാ അവിടെയൊക്കെ -6 കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ. ആ, നല്ല രസമാകും. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാലും ഇനി അങ്ങോട്ട് എത്താനുള്ള പരിപാടി നോക്കണം. ഇനി എത്ര 68-65 കിലോമീറ്റർ ഇട്ടുണ്ട് മക്കളെ. വെട്ടു ഇവിടെ ഈ ഹോം സ്റ്റേ കണ്ടില്ലേ, ഈ ഹോം സ്റ്റേ അല്ല, ഗസ്റ്റ് ഹൗസ്. ഇത് പറയാം 1000 രൂപ. അങ്ങനെ ഞാൻ റൂം പോയി നോക്കിയപ്പോളേ നമ്മൾ മറ്റേ ഗുരുദ്വാരയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു കാഭാഗം പോലും ഇല്ല. അതുകൊണ്ട് 1000 റുപ്യാണ്. ഞാൻ മതിക്കാണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ചെറിയ സ്ഥലം ഉണ്ടല്ലോ, പറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിക്കാറുണ്ട്. കറക്റ്റ് ഒരു ഗ്യാപ്പാ, മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും ടെൻ്റ് അടിക്കാൻ പറ്റില്ല. ഇവിടെ ചോദിച്ച കാരണേ അവരിഞ്ഞ് സമ്മതിക്കില്ല, ഉറപ്പാ. ഇവിടുന്ന് ഇനി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂവിൻ്റെ ഉള്ളിലേക്ക് മൊത്തം ഇപ്പം തന്നെ വെള്ളമായി. ഇനി റോഡിൽ വെച്ചാൽ മൊത്തം വെള്ളമാണ്. അപ്പോൾ വണ്ടി പോകുമ്പോൾ മൊത്തം കാല് മൊത്തം നനഞ്ഞ കണ്ടപ്പരിയാവും. സീനാണ്. നോക്കട്ടെ, സീനാണ് മക്കളെ. കാലൊക്കെ തണുത്തിട്ട് പട കളിക്കും. കവറിട്ടൊക്കെ കൊടുക്കുക ഞാൻ ഉള്ളിൽ നിന്ന്. നമുക്ക് നടക്കില്ല, പണിയാണ് പണി. അപ്പോൾ 2 കാലിലേ അങ്ങനത്തെ കവർ എടുത്തിട്ട് തണവ് കയറി ഉള്ളിക്ക്. അവർക്ക് അതില്ല, എളുപ്പമല്ല മക്കളെ. എന്ത് തണവാ. കാലും കൂടി കൈമ കൂടിയാണ് സീന്. കണ്ട ഇങ്ങനെ കവറിട്ടിട്ട് വെക്കുക. അപ്പോൾ വെള്ളം നമുക്ക് അടിക്കുമ്പോൾ കാലിലേക്ക് നനയുമ്പോൾ കുറച്ചൊരു ശമനം കിട്ടുമായിരിക്കും ചിലപ്പോൾ. നോക്കട്ടെ, ഒരു പണി എളുപ്പമല്ല. നല്ല മഴയായി. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് റൂം എടുക്കാൻ വേണ്ടി വന്നല്ല, നിന്ന സ്ഥലത്ത് തന്നെ റൂം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ കൊടുക്കണത് വേണ്ട. അങ്ങനെ തണവ് സഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് തണമെന്ന് പറയുക. അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാൽ കറണ്ട് ഇല്ലായിരുന്നില്ലും, എല്ലായിടത്തും കറണ്ടും പോയി എടുക്കുക. അങ്ങനെ ഇവിടെ ഒരു റൂമായിട്ട് വന്നത് 400 രൂപയ്ക്ക്. കണ്ടില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും കിടക്കാം. അപ്പം ഈ സൈഡ് തന്നു. അങ്ങനെ സെറ്റായി. സമയം 10 മണിയായി. കഴിക്കൊന്നുമില്ല, മഴ ഗംഭീര പോസ്റ്റ്. അപ്പോൾ കയ്യിൽ മാഗി ഉണ്ടായിരുന്നു. മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചു. വേറൊരു ഉപ്പില്ല മക്കളെ. എല്ലാവരും ഇവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് അപ്പുറത്തെ റൂം വന്നുള്ളേ. ഓ, തണവ് എളുപ്പമില്ലാട്ടാ. സീൻ തണവാണ്. എന്നിട്ട് തണവെന്ന് പറയുക. മാഗി ആയോണ്ടിരിക്കണല്ലോ. വെള്ളം കുറച്ച് കൂടി കൊണ്ട് വെച്ചപ്പോൾ. എളുപ്പമല്ല മക്കളെ കാര്യങ്ങൾ. എന്ത് ചെയ്യാലേ. ഇപ്പോൾ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെയാണ്. കണ്ടില്ലേ, ഇവിടെ കിടക്കണം. അവിടെ കറണ്ടൊക്കെ ഇല്ല. ചെറിയൊരു മറ്റേ ബാറ്ററി വെച്ചിട്ടുള്ള എന്തോ ലൈറ്റ് കത്തണതാ. അതിപ്പോൾ പോകുന്നുണ്ട്. ഫോണിലും ഒന്നിലും ചാർജില്ല. ഫുള്ള് സീനാണ്. ഇനിയിപ്പോൾ എന്തായാലും നാളെ കാണാം കേട്ടാ. അപ്പം ശരി, ഗുഡ് നൈറ്റ്. തണുത്തിട്ട് ഉറങ്ങാൻ പറ്റുകയാണാവോ.